മനോഹരൻ എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വെളിച്ചെണ്ണ മേടിക്കാൻ പോലും പോകരുതെന്നുള്ളത്. അത് നിങ്ങൾ സേവ് ദ ഡേറ്റിൽ കൊണ്ടുവരാൻ സത്യം പറഞ്ഞായിരിക്കും ചിലപ്പോ പുള്ളി അത് മനസ്സിലാക്കാൻ ലേറ്റ് ആയില്ലേ. സ്പോട്ടിൽ എഴുതിയ ഡയലോഗ് ആയിരുന്നു അത്. ഞാൻ മനസ്സിലാക്കിയില്ല, ഇന്നിവിടെ വരെ എത്തി. ഓക്കെ ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഒരു വികാരം എന്താണ്? പാർട്ടി ഫീലിംഗ് ചോദ്യമാണ് ചോദിക്കുന്നത്. കല്യാണം സന്തോഷം, എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പൊ എല്ലാരും ഹാപ്പിയാണ്, വന്നവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്, സന്തോഷം. എല്ലാരും വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ട് എവിടെ വെച്ചാ കണ്ടു ഈ ജസ്റ്റ്? ആദ്യം ഞങ്ങൾ അഭിനയിച്ച സിനിമ മനോഹരൻ. അവിടെ വെച്ച് വിനീതേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞ പോലെയാണ് ഞാൻ വിളിച്ചെന്ന് വാങ്ങിക്കണം. അങ്ങനല്ല, അത് കഴിഞ്ഞിട്ട്. അപ്പം ആരാണ് ആദ്യം പ്രണയം തുറന്നത്? ഇതെന്താ ഇന്റർവ്യൂ? ഞാൻ പറയാ, നിങ്ങളെല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം ഇവിടെ നിന്നതിൽ ഒരുപാട് സന്തോഷം. സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും വേണം. ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ്. ഇനി ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം. പക്ഷെ ഇപ്പൊ അതിനുള്ള ത്രാണിയില്ല. വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങണം. താങ്ക് യു സോ മച്ച്. സിനിമയുടെ ബേസ് ചെയ്തിട്ട് ഇന്റർവ്യൂ, കല്യാണം ബേസ് ചെയ്തിട്ട് ഇന്റർവ്യൂ ഒന്നുമില്ല. ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞു, അതിന്റെ റിലീസ് ഉണ്ട്. അടുത്ത പടം അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ദീപക്കേട്ടൻ ഏതോ പടം അഭിനയിച്ചോണ്ടിരിക്കും. ഇല്ല, അതിൽ പേരിട്ടിട്ടില്ല. അതല്ല ഞാനും പറഞ്ഞു. പിന്നെ മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു മിഡൊക്കെ ആകുമ്പോൾ. ചാൻസ് ആരെങ്കിലും ഏതെങ്കിലും ഡയറക്ടർമാര് ചാൻസ് തന്നാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇത് കാണുന്ന ആരെങ്കിലും ചാൻസ് തരട്ടെ. ഈ മനോഹരൻ എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വെളിച്ചെണ്ണ മേടിക്കാൻ പോലും പോകരുതെന്നുള്ളത്. അത് നിങ്ങൾ സേവ് ദ ഡേറ്റിൽ കൊണ്ടുവരാൻ അത് സത്യം പറഞ്ഞായിരിക്കും ചിലപ്പോ പുള്ളി അത് മനസ്സിലാക്കാൻ ലേറ്റ് ആയില്ലേ. വിനീതേട്ടൻ സ്പോട്ടിൽ എഴുതിയ ഡയലോഗ് ആയിരുന്നു അത്. ഞാൻ മനസ്സിലാക്കിയില്ല, ഇന്നിവിടെ വരെ എത്തി. ഓക്കെ ഓക്കെ, ഇനി അനുഭവിച്ചോ. താങ്ക് യു. അപ്പൊ താങ്ക് യു.